ഹായ്, അപ്പോൾ നമുക്ക് ഇതുപോലൊരു വള എങ്ങനെ ചെയ്യാമെന്ന് കാണാം. അപ്പോൾ ആദ്യം ഞാൻ മെമ്മറി വയർ എടുത്തിട്ടുണ്ട്. മെമ്മറി വയർ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സർക്കിൾ കണക്കാക്കിയിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ 2 സർക്കിൾ മെമ്മറി വയർ നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് രണ്ടും നമുക്കതുപോലെ എടുത്ത് രണ്ടും ഒന്നുപോലെ ചേർത്ത് ഈ എൻഡ് സെയിമായിട്ട് വരുന്ന രീതിക്ക് ഒന്ന് പിടിക്കണം. എന്നിട്ട് ആ എൻഡിൽ നമുക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ 2 വയറിൻ്റെയും എൻഡ് ചേർന്ന് വരുന്ന രീതിക്ക് വേണം വെച്ചിട്ട് ആ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഒരു ബിന്ദി ബോൾ എടുത്ത് അവിടെ ഒന്ന് കോർത്ത് കൊടുക്കണം. ആ മെമ്മറി വയറിൻ്റെ എൻഡ് പുറത്ത് വരാത്ത രീതിക്ക് കറക്റ്റായിട്ട് അങ്ങനെ നിൽക്കുന്ന രീതിക്ക് വേണം നിങ്ങൾ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. അതൊന്ന് കുറച്ച് ഉണങ്ങാനായിട്ടൊന്ന് സമയം കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തെ വശത്ത് 2 മെമ്മറി വയർ നിൽക്കുമല്ലോ, ആ 2 സൈഡും ഓരോ ബിന്ദി ബോളൊന്ന് കോർത്ത് കൊടുക്കണം. എന്നിട്ട് 2 സൈഡും ഗ്രീൻ കളറിൽ 3mm ക്രിസ്റ്റൽ ബീഡാണ് കോർത്ത് കൊടുക്കുന്നത്. ഓരോ ക്രിസ്റ്റൽ ബീഡൊന്ന് കോർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ഓരോ ബിന്ദി ബോൾ തന്നെ കോർത്ത് കൊടുക്കണം. ഇനി ഈ ഗ്രീൻ കളറിലുള്ള ക്രിസ്റ്റൽ ക്ലിപ്പ് സ്റ്റോൺ ആണ് കോർത്ത് കൊടുക്കുന്നത്. നമുക്ക് 2 മെമ്മറി വയറിൻ്റെയും ആ ക്രിസ്റ്റൽ ക്ലിപ്പ് സ്റ്റോണിൻ്റെ 2 സൈഡും കോർക്കാനായിട്ട് ഹോളുണ്ട്. അപ്പോൾ 2 വയറിലും കൂടി ഇങ്ങനെ കോർത്ത് കൊടുക്കണം. എന്നിട്ട് 2 സൈഡും ഓരോ ബിന്ദി ബോൾ, എന്നിട്ട് 3mm ക്രിസ്റ്റൽ ബീഡ്, വീണ്ടും ബിന്ദി ബോൾ, അതുപോലെ ഇങ്ങനെ കോർത്ത് കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് സൈഡും ആ 2 എൻഡും ചേർത്ത് പിടിച്ച് വെച്ചിട്ട് അവിടെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു ബിന്ദി ബോൾ എടുത്ത് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ കോർത്ത് കൊടുത്ത ആ ക്രിസ്റ്റൽ ക്ലിപ്പ് സ്റ്റോണും ആ ബീഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടാണ് കിടക്കുന്നത്. അത് അവിടെ ഒന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗമ്മാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നേർക്ക് കറക്റ്റായിട്ട് പിടിച്ച് വെച്ചതിന് ശേഷം അവിടെ ഒന്ന് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഗിയർ വയർ ഇട്ടിട്ട് അത് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ മെമ്മറി വയർ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഗമ്മ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നേർക്ക് സെൻറ്ററിൽ തന്നെ നമ്മൾ വെച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് അവിടെ ഒന്ന് പേസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കിറ്റ് ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഫൈനലി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു വളയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതുപോലുള്ള ഹെയർ ആക്സസറീസ്, ജുവൽ മേക്കിംഗ് മെറ്റീരിയൽസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.